എല്ലാവരും ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പിന്നെയും നമുക്കൊരുമിച്ച് കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകി തരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, ക്രിസ്തീയ ഉപദേശ വിഷയങ്ങൾ, ആ ക്ലാസ്സാണ് നമ്മളിന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ബൈബിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. ബൈബിൾ എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ബൈബിളിനെ നമ്മൾ ഉപയോഗിക്കുന്ന 3 പേരുകളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതിനകത്ത് 2 പേരുകൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് ബൈബിൾ എന്നുള്ള പേര്, 2 വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്നുള്ള പേര്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ 3ാമത്തെ പേര് എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും. അപ്പം 3ാമത് ഈ പുസ്തകത്തിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് സ്ക്രിപ്ചേഴ്സ് എന്ന, ഹോളി റൈറ്റിങ്സ് അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ ഹോളി റൈറ്റിങ്സ് എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ ഹോളി റൈറ്റിങ്സ് അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും തിരുവെഴുത്ത് എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ, ഉദാഹരണത്തിന് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2ാം ലേഖനം അതിൻ്റെ 3ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഓൾ സ്ക്രിപ്ചേഴ്സ് എന്നാണ്, എല്ലാ തിരുവെഴുത്തുകളും. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ആളുകളും പറയാറുണ്ട് പുതിയ നിയമത്തിൽ തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ സ്ക്രിപ്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തെ ഉദ്ദേശിച്ചാണ് എന്ന് ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം പുതിയ നിയമം സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ എന്ന് പറയുമ്പം അത് റെഫർ ചെയ്യുന്നത്, അത് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തെയാണ് എന്ന് പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ശരിയല്ല. അത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം ബൈബിള് തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 1 തിമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 5ാം അധ്യായത്തിൻ്റെ 18ാം വാക്യമാണ്. 1 തിമോഥെയോസിൻ്റെ ലേഖനം 5ാം അധ്യായത്തിൻ്റെ 18ാം വാക്യം. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നും ഉണ്ടല്ലോ. അപ്പം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നിട്ട് പറയുക, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്നും ഉണ്ട്. അപ്പോൾ തിരുവെഴുത്തിൽ കാണുന്ന 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. 2, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ഇത് 2ഉം തിരുവെഴുത്തിലുണ്ട് എന്നാണ് ആ വാക്യം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പ്രയോഗം, അതായത് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലാണ്. അത് ആവർത്തന പുസ്തകം
25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? കാളമെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന പഴയ നിയമത്തിലാണ്. തിരുവഴുത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ പ്രസ്താവന പഴയ നിയമത്തിലാണ്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്നുള്ള ആ പ്രസ്താവന നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ തന്നെ വരണം. പുതിയ നിയമത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെയാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർക്കുവിൻ, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. ഇത് കർത്താവ് പറഞ്ഞതാ, യേശു പറഞ്ഞ പ്രസ്താവനയാണ്. 10-ാം അധ്യായത്തിൻ്റെ ആദ്യം തൊട്ട് വായിക്കുമ്പം 70 പേരെ കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞിറക്കുമ്പോൾ അവരോട് കർത്താവ് പറയുന്ന വാക്കാണ് വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. അപ്പോൾ 1 തിമോത്തിയോസ് 5:18 ഈ 2 പ്രസ്താവനകളും തിരുവഴുത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രസ്താവന പഴയ നിയമത്തിലേതാണെങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന പുതിയ നിയമത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുള്ളതാണ്. അപ്പം അപ്പോസ്തലനായ പൗലോസ് ഈ തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം എഴുതുമ്പോൾ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം തിരുവഴുത്തായിട്ട് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ പുതിയ നിയമം തിരുവഴുത്തായിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടല്ല വരുന്നത്. അപ്പം 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം പൗലോസ് എഴുതുമ്പോൾ തന്നെ പുതിയ നിയമവും തിരുവഴുത്തായിട്ട് സഭകൾ അംഗീകരിച്ചു കഴിഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം തിരുവഴുത്തിൻ്റെ ഭാഗമാണെന്ന് സഭകൾ അംഗീകരിച്ചു കഴിഞ്ഞു. ചില ആളുകൾ പറയാറുണ്ട് AD 320 ആ കാലഘട്ടത്തിലാണ് തിരുവഴുത്ത് ഏതാണ് എന്ന് സുനഹദോസുകൾ കൗൺസിൽ കൂടിയിട്ട് തീരുമാനിച്ചത് എന്ന്. അല്ല, അങ്ങനെയല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭയ്ക്ക് അറിയാമായിരുന്നു ഏതൊക്കെയാണ് തിരുവഴുത്തുകൾ എന്ന്. കൗൺസിൽ അല്ലെങ്കിൽ സുനഹദോസ് കൂടിയിട്ട് ചെയ്തത് അത് കൺഫേം ചെയ്യുക ചെയ്തത്, അല്ലാതെ കാനോൻ ഉണ്ടാക്കുകയല്ല ചെയ്തത്. കാനോൻ കൺഫേം ചെയ്യുകയാണ് ചെയ്തത്, ഉറപ്പിക്കുക ചെയ്തത്. മറക്കരുത്. കാരണം 1 തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം തിരുവഴുത്തിൻ്റെ ഭാഗമാണെന്ന് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമവും തിരുവഴുത്ത് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് വരുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നൊരു പ്രസ്താവന ഉണ്ട്. ഇങ്ങനെയാണ്: അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായിട്ട് കോട്ടിക്കളയുന്നു. അപ്പോൾ ഇവിടെ പത്രോസ് പറയുകയാണ്, പൗലോസ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ബാക്കി തിരുവഴുത്തുകളെ അവർ കോട്ടിക്കളയുന്നത് പോലെ ഇതിനെയും കോട്ടിക്കളയുന്നു. അപ്പം ലേഖനങ്ങൾ എന്തിനകത്ത് ഉൾപ്പെട്ടു എന്ന് വന്നു? തിരുവഴുത്തിനകത്ത് ഉൾപ്പെട്ടു. കാരണം അവിടെ പറയുന്നത് ലേഖനങ്ങളെയും ബാക്കി തിരുവഴുത്തുകളെ പോലെ. അപ്പം ലേഖനങ്ങളും തിരുവഴുത്തിനകത്തുള്ളതാണെന്ന് അവിടെ പറയുന്നത്. അപ്പോൾ പത്രോസിൻ്റെ 2-ാം ലേഖനം എഴുതുമ്പോഴേക്കും
പൗലോസിൻ്റെ ലേഖനങ്ങൾ തിരുവെഴുത്തുകളായിട്ട് സഭ എന്ത് ചെയ്ത് കഴിഞ്ഞു? അംഗീകരിച്ച് കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അപ്പോസ്തലിക കാലഘട്ടത്തിൽ തന്നെ തിരുവെഴുത്തുകളെ കുറിച്ച് സഭയ്ക്ക് കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് പഴയ നിയമവും പുതിയ നിയമവും ഉൾക്കൊണ്ടിരുന്നു. ഓക്കെ, അതാണ് തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 പേരുകൾ മറക്കരുത്. ബൈബിൾ എന്നുള്ള പേര്, ദൈവവചനം എന്നുള്ള പേര്, തിരുവെഴുത്തുകൾ എന്നുള്ള പേര്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ബൈബിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻസ്പയർഡ് ബുക്ക്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്പയർഡ് ബുക്കാണ്. ഇൻസ്പയർഡ് ബുക്ക് അല്ലെങ്കിൽ എന്താണ്, ദൈവനിശ്വസ്തമായിട്ടുള്ള ബുക്കാണ് എന്ത്, ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസ്പയർഡ് ബുക്ക് അല്ലെങ്കിൽ ദൈവനിശ്വസ്തമായിട്ടുള്ള ബുക്കാണ്, പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബൈബിളിൻ്റെ എഴുത്തുകാരെ ദൈവം ഇൻഫ്ലുവൻസ് ചെയ്തു, സ്വാധീനിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ നിയന്ത്രിച്ചത് ദൈവമായിരുന്നു എന്നുള്ളതാണ്. ഈ ബൈബിൾ എഴുതുമ്പോൾ അവർ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു അവർ എന്ത് ചെയ്തത്, ഈ ബൈബിള് എഴുതിയത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ആയി ഇവർ എഴുതിയത് കൊണ്ട് ഇവർ രേഖപ്പെടുത്തിയത് കൃത്യമായിട്ടും ദൈവത്തിൻ്റെ വചനമായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തത്തക്ക രീതിയിൽ എഴുത്തുകാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ് ഇൻസ്പിരേഷൻ എന്നുള്ള ആ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബൈബിള് ഇൻസ്പയർഡ് ബുക്കാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് അതിൻ്റെ എഴുത്തുകാരെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്താനായിട്ട് പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചിരുന്നു. ബൈബിൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു വാക്ക് ഗോഡ് ബ്രത്ത് എന്നാണ്, ദൈവശ്വാസീയം. നമ്മൾ നേരത്തെ വായിച്ച 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തെ നമ്മൾ കണ്ടു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ഗോഡ് ബ്രത്ത് ആണ് എല്ലാ തിരുവെഴുത്തും, എല്ലാ സ്ക്രിപ്റ്റേഴ്സും. അപ്പം ഗോഡ് ബ്രത്ത്, ദൈവശ്വാസീയം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ദൈവശ്വാസീയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് പുറത്തേക്ക് വന്നതാണ്. സോ ദാറ്റ് മീൻസ് ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് രേഖപ്പെടുത്തപ്പെടുന്നതിന് മുൻപ് എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ മനസ്സിൽ, ദൈവത്തിൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിരുന്നു. അത് ദൈവം താൻ തിരഞ്ഞെടുത്ത ചില വ്യക്തികളിലൂടെ അത് രേഖപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് ബൈബിളിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ബൈബിള് ദൈവനിശ്വസ്തമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡിക്റ്റേഷൻ തിയറി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവം എങ്ങനെ വാക്കുകൾ ഇവരുടെ ചെവിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തു, അതവരെഴുതി, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുക, അങ്ങനെയല്ല നമ്മൾ പറയുക. ഇപ്പം എന്താണ്, മറ്റ് ചില പുസ്തകങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഖുറാനെ കുറിച്ചൊക്കെ അവർ പറയുന്നത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് കറക്റ്റ് ആ വാക്കുകൾ അത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അതാണ് എഴുതിയത് എന്നാണ് പറയുന്നത്. പക്ഷെ ബൈബിളിനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബൈബിളിൻ്റെ എഴുത്തുകാരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിച്ചു. അപ്പം അവരെഴുതുമ്പോൾ പുറത്തു വരുന്ന വാക്കുകളും അവരെഴുതുമ്പോൾ ആ വാക്കുകളിലൂടെ പുറത്തു വരുന്ന ആശയവും ദൈവത്തിൻ്റെ വചനമായിരിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിയന്ത്രിച്ചു എന്നാണ് നമ്മൾ പറയുക. അപ്പം അവരത് എഴുതുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ പശ്ചാത്തലം, അവരുടെ കോണ്ടെക്സ്റ്റ്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ്
ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റൊക്കെ നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം പഠിക്കാമെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ്. അപ്പം ദൈവം ഒരിക്കലും റോബോട്ടുകളെ കൊണ്ട് എഴുതിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡിക്റ്റേഷൻ പോലെ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കേൾക്കുന്ന വാക്കുകൾ ഇങ്ങനെ എഴുതുകയല്ല ചെയ്തത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആ ദൈവത്തിൻ്റെ വചനം അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിലേക്ക് അവരുടെ ചിന്തയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സന്നിവേശിപ്പിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അവർ രേഖപ്പെടുത്തുമ്പോൾ അന്നത്തെ കൾച്ചറും അന്നത്തെ സാഹചര്യങ്ങളും ഒക്കെ ആ ഭാഷയ്ക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷെ അതിലൂടെയൊക്കെ അവർ കൺവേ ചെയ്തത്, അവർ ആശയവിനിമയം നടത്തിയത് അവരുടെ വാക്കുകളല്ല, അവരുടെ ചിന്തകളല്ല, ദൈവത്തിൻ്റെ വചനമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ബൈബിള് ഇങ്ങനെ ദൈവനിശ്വസ്തമായിട്ടുള്ളൊരു പുസ്തകമാണ് എന്നുള്ളതാണ് ബൈബിളിനെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓക്കെ, ബൈബിളിനെ മറ്റു പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ബൈബിൾ ദൈവനിശ്വസ്തമായിട്ടുള്ള പുസ്തകമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബൈബിൾ എഴുതപ്പെട്ടത് എബ്രായ, അരമായിക്, ഗ്രീക്ക് ഈ 3 ഭാഷകളിലാണ്. അപ്പം ഈ ഭാഷകളിൽ എഴുതുമ്പോൾ അതിനകത്തെ ആശയങ്ങൾ മാത്രമല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ളത്, അവരുപയോഗിച്ച വാക്കുകൾ വരെ ഇൻസ്പയർഡ് ആണ്. അപ്പം നമ്മൾ പറയുന്നത് ബൈബിൾ ഇൻ ദ ഒറിജിനൽ ടെക്സ്റ്റ്, എഴുതപ്പെട്ട രീതി ആ ടെക്സ്റ്റിൽ അത് വേർഡ് ബൈ വേർഡ് അത് ഇൻസ്പയർഡ് ആണ്. പക്ഷെ അത് നമ്മൾ ട്രാൻസ്ലേഷൻസിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യില്ല, തർജ്ജമകൾക്കകത്തേക്ക് നമ്മളത് അപ്ലൈ ചെയ്യില്ല. ഒറിജിനൽ ലാംഗ്വേജിൽ എഴുതപ്പെട്ട ആ പുസ്തകം അത് വേർഡ് ബൈ വേർഡ് ഇൻസ്പയർഡ് ആണ്, അതാണ് നമ്മൾ പറയുക. ഓക്കെ, ചില ആളുകൾ പറയാറുണ്ട് എന്താണ്, ബൈബിളിനകത്ത് ഇൻസ്പിറേഷൻ ഉണ്ട്, പക്ഷേ പാർട്ട് ഓഫ് ദ ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ബൈബിളിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ബൈബിളിനകത്ത് മനുഷ്യർ പറഞ്ഞ കാര്യങ്ങളില്ലേ, ബൈബിളിനകത്ത് സാത്താൻ പറഞ്ഞ വാക്കുകളില്ലേ, അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ വചനമാണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അപ്പം അത് പറഞ്ഞത് മനുഷ്യരും അത് പറഞ്ഞത് സാത്താനുമൊക്കെ ആണെങ്കിലും അത് രേഖപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗമാണത്. കാരണം ദൈവത്തിൻ്റെ വചനം അത് രേഖപ്പെടുത്തുമ്പോൾ സാത്താൻ പറഞ്ഞതാണെങ്കിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ തന്നെയാണ് ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ സാത്താൻ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ വിശ്വസിക്കത്തക്ക രീതിക്കല്ല ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ അത് പറഞ്ഞപ്പോൾ മനുഷ്യരെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിലാണ് പറഞ്ഞതെങ്കിലും ബൈബിളിൽ അത് രേഖപ്പെടുത്തുമ്പോൾ മനുഷ്യൻ അത് വിശ്വസിക്കത്തക്ക രീതിയിലല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് തെറ്റാണെന്ന് ഗ്രഹിക്കത്തക്ക രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നല്ല നമ്മൾ പറയുക, ബൈബിളിനകത്ത് ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നല്ല നമ്മൾ പറയുക, ബൈബിൾ ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ബൈബിൾ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ് നമ്മൾ പറയുക. കാരണം അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാണ്, ഇൻസ്പയർഡ് ആണ് എന്നുള്ളതാണ്. ബൈബിൾ പൂർണ്ണമായിട്ടും ഇൻസ്പയർഡ് ആണ്, അല്ലെങ്കിൽ ബൈബിൾ പൂർണ്ണമായിട്ടും ദൈവനിശ്വസ്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു വാക്യം അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്ര.
ഇതാണ് നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. അതായത് മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ ബുദ്ധിയിൽ താൻ പഠിച്ച കാര്യങ്ങളോ താൻ ചിന്തിച്ച കാര്യങ്ങളോ തനിക്ക് മറ്റുള്ളവരോട് പറയാനായിട്ടുള്ള കാര്യങ്ങളോ രേഖപ്പെടുത്തിയതല്ല ഈ സ്ക്രിപ്ചർ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനമായിട്ടുള്ള ബൈബിൾ എന്ന് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ദൈവകൽപ്പനയാൽ, ബൈ ദ ഓർഡർ ഓഫ് ഗാഡ്. അപ്പം ഇത് എഴുതാനായിട്ട് കൽപ്പിച്ചത് ദൈവമാണ്, മനുഷ്യർക്ക് തോന്നിയപ്പോൾ എഴുതിയതല്ല. ഇപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ യേശുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങ് എഴുതി വയ്ക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ എഴുതിയതല്ല. അല്ലെങ്കിൽ പൗലോസിന് ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി എന്നാൽ പിന്നെ കൊരിന്തിലുള്ള സഭയ്ക്ക് അല്ലെങ്കിൽ എഫെസോസിലുള്ള സഭയ്ക്ക് ഒരു കത്ത് എഴുതി വയ്ക്കാം, അങ്ങനെ പൗലോസിന് തോന്നിയിട്ട് എഴുതിയതല്ല അത്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ദ കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൽപ്പനയാലാണ് എഴുതിയത്. അതാ പറഞ്ഞ, മനുഷ്യരുടെ ഇഷ്ടത്താലല്ല, ദൈവത്തിൻ്റെ കൽപ്പനയാലാണ് ഇത് എഴുതിയത്. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാലാണ് എഴുതിയതെങ്കിൽ ഇതിൻ്റെ എഴുത്തിനു പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, മറക്കരുത്. സോ ഇഫ് വി ആർ ഹാവിങ് ദിസ് ബുക്ക് ഇൻ അവർ ഹാൻഡ്സ്, this book itself reveals us that God has a purpose behind this provision of this book. അപ്പോൾ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. കാരണം ഇറ്റ് വാസ് റിട്ടൺ ബൈ ദ ഓർഡർ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൽപ്പനയല്ല ഇത് എഴുതിയത്, മറക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പനയല്ല ഇത് എഴുതിയത്. എന്നിട്ട് പറയാ, അപ്പം ദൈവകൽപ്പന ലഭിച്ച ഈ മനുഷ്യർ, ഇപ്പം ഇവർക്ക് ദൈവകൽപ്പന ലഭിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കൂടെ ഞങ്ങൾ എഴുതി വയ്ക്കാം. നോ, അങ്ങനെയല്ല. അവർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചു. അതാ ഞാൻ പറഞ്ഞത്, they were under the control of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്? ഇത് എഴുതുന്നത്. അതാണ് ഇൻസ്പിറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻസ്പിറേഷൻ. അപ്പം ഈ ഇൻസ്പിറേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഈ സ്ക്രിപ്ചേഴ്സ് ഇത് ഇൻസ്പയർഡാണ്, ദൈവനിശ്വസ്തമാണ്, ദൈവശ്വാസീയമാണ്. അപ്പം ഇത് ദൈവശ്വാസീയമായതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും ഇറ്റ് ഈസ് ഇൻഎറന്റ് ആൻഡ് അതോറിറ്റേറ്റീവ്. ഇതിനകത്ത് തെറ്റുകളില്ല, മാത്രമല്ല ഇത് ആധികാരികമാണ്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 66 പുസ്തകങ്ങളടങ്ങിയ ഈ ബൈബിൾ അത് തെറ്റുകളില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രായോഗിക ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ഈ ബൈബിളാണെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് മനുഷ്യർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് എഴുതിയൊരു പുസ്തകമല്ലിത്. പിന്നെയോ ദൈവത്തിൻ്റെ കൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചവർ എഴുതിയതാണ്. സോ ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് അതിനകത്ത് തെറ്റുവരില്ല. ഇറ്റ് ഈസ് ഇന്നറന്റ്. നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് എന്തില്ല, ബൈബിളിനകത്ത് തെറ്റുണ്ടാവില്ല. മാത്രമല്ല ബൈബിൾ അതോറിറ്റേറ്റീവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അധികാരം നടത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ടുള്ള അധികാരം ആർക്കാണ്? ബൈബിളിനാണ്, ദൈവവചനത്തിനാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെക്കുറിച്ചുള്ളൊരു കൃത്യമായിട്ടുള്ള വീക്ഷണം നമുക്ക് വേണം. അവിടെ നിന്നാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. കാരണം ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഹി ഈസ് ഓൾ പവർഫുൾ, ദൈവം സർവശക്തനാണ്. ആൻഡ് ഹി ഈസ് ഓൾ നോയിങ്, അവൻ സർവജ്ഞാനിയാണ്. ആൻഡ് തേർഡ്ലി ഹി ഈസ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്, അവൻ എന്താണ്?
അവൻ സമ്പൂർണനായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവമാണ് അവൻ. അപ്പം അവൻ ഓൾ പവർഫുൾ ആയതുകൊണ്ട്, അവൻ സർവശക്തനായതുകൊണ്ട്, അവന് കഴിയാത്ത ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ട് തൻ്റെ മനസ്സിനകത്തുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ മനസ്സിനകത്തുള്ളത് താൻ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് അതുപോലെ താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഹീ ഈസ് ഓൾ പവർഫുൾ. നമ്മൾ ഓൾ പവർഫുൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷനും പരിമിതികൾ, ലിമിറ്റേഷൻസ് വരുന്നത്. ഓക്കെ. പക്ഷെ ദൈവം അവൻ ഓൾ പവർഫുൾ ആയതുകൊണ്ട്, അവൻ സർവശക്തനായതുകൊണ്ട് ഹീ ഈസ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് പെർഫെക്റ്റ്ലി. പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് ക്വാളിറ്റി ഈസ് ഹീ ഈസ് ഓൾ നോയിങ് ഗോഡ്. അവൻ സർവജ്ഞാനിയായിട്ടുള്ള ദൈവമാണ്. അപ്പം സർവജ്ഞാനിയായിട്ടുള്ള ദൈവമാണെങ്കിൽ അതിനകത്തൊരു എറർ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഇന്നറന്റ്. ആൻഡ് ഹീ ഈസ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്. അവൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ദൈവമാണെങ്കിൽ ഹിസ് വേർഡ്സ് ഓൾസോ വിൽ ബി പെർഫെക്റ്റ്. അവൻ്റെ വചനങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. ഈ ചില ആളുകൾ പറയാറുണ്ട് സഭയാണ് ഇന്നറന്റ്, അല്ലെങ്കിൽ സഭയുടെ ചില ലീഡേഴ്സാണ് ഇന്നറന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പോപ്പിന് ഇന്നറൻസി ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നമുക്കറിയാം ദാറ്റ് ഈസ് നോട്ട് അത് ലോജിക്കല്ല അത്. കാരണം ഇപ്പം റീസെൻ്റ്ലി തന്നെ ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ പോപ്പ് ഒരു ഡിക്ലറേഷൻ നടത്തി. നേരത്തെ ഒരു പോപ്പ് ഡിക്ലെയർ ചെയ്തതാണ് മദർ മേരി ഈസ് കോറിഡംട്രസ്, മറിയം സഹരക്ഷകയാണ് എന്ന്. യേശുവിൻ്റെ അമ്മയായിട്ടുള്ള മറിയം അവർ സഹരക്ഷകയാണ്. അതായത് യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ യേശുവിനോട് കൂടെ മറിയത്തിനും തുല്യസ്ഥാനമുണ്ട്. മറിയത്തെ കൂടാതെ യേശുവിൻ്റെ രക്ഷണ പ്രവൃത്തി പൂർണ്ണമാകുന്നില്ല. അപ്പം മറിയം സഹരക്ഷകയാണ് എന്ന് ഒരു പോപ്പ് ഡിക്ലെയർ ചെയ്തു. അപ്പം ആ സഭ ഇത്രയും കാലം അത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം റിഡംറ്റീവ് വർക്ക്, ആ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയിൽ യേശുവിന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. സോ വി കനോട്ട് കോൾ ഓർ കൺസിഡർ മദർ മേരി ആസ് കോറിഡംട്രസ്. മറിയത്തെ, യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സഹരക്ഷകയായിട്ട് നമുക്ക് കാണാനോ അങ്ങനെ അഭിസംബോധന ചെയ്യാനോ നമുക്ക് കഴിയില്ല എന്ന് ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞു. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം തെറ്റായേ പറ്റുള്ളൂ. ഒന്നുകിൽ യേശുവിൻ്റെ അമ്മയെ സഹരക്ഷകയാണെന്ന് പറഞ്ഞ പോപ്പിൻ്റെ തീരുമാനം തെറ്റാണ്, അല്ലെങ്കിൽ ഇപ്പം അല്ലെന്ന് പറഞ്ഞ പോപ്പിൻ്റെ തീരുമാനം തെറ്റാണ്. ഇതാണ് പ്രശ്നം. അപ്പം സഭയുടെ മേലധ്യക്ഷന്മാർക്കോ സഭയ്ക്കോ ഒന്നും ഈ ഇന്നറൻസി ഇല്ല, തെറ്റാവരുമില്ല. അതുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ. കാരണം ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് an all powerful, an all knowing, a completely perfect God. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം ദൈവത്തിൻ്റെ ക്വാളിറ്റീസ്, ഗുണങ്ങൾ ഇതൊക്കെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനത്തിനും ഇതേ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ബൈബിളിൻ്റെ ഇൻസ്പിറേഷനെ കുറിച്ച് പറയുന്ന എല്ലാ വാക്യങ്ങളും അടിവരയിട്ട് തെളിയിക്കുന്നത് എന്താണ്? ബൈബിൾ ഇന്നറൻ്റാണ്, തെറ്റില്ലാത്തതാണ്, അത് അതോറിറ്റേറ്റീവാണ്, അത് ആധികാരികമാണ് എന്നാണ് തെളിയിക്കുന്നത്. സോ വിതൗട്ട് എ ഡൗട്ട് വി ക്യാൻ സേ ദാറ്റ് ബൈബിൾ ഈസ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു ബി. ഇപ്പോൾ ബൈബിൾ എന്താണോ അവകാശപ്പെടുന്നത് അത് തന്നെയാണ് ബൈബിള് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എന്താണ്? ഇറ്റ് ഈസ് ദ അൺഡിനയബിൾ, ഇൻഎറന്റ്, അതോറിറ്റേറ്റീവ് വേർഡ് ഓഫ് ഗോഡ് ടു ഹ്യൂമാനിറ്റി. തെറ്റില്ലാത്ത, ആധികാരികമായ, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ വചനം, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ
ആശയവിനിമയമാണ് ബൈബിളിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സി, ഇത് വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് ഡോക്ട്രിൻ ഓഫ് ഇൻസ്പിറേഷൻ? ഈ ഇൻസ്പിറേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, സി, നമ്മൾ പറഞ്ഞത് ഈ പുസ്തകം ഇത് മനുഷ്യനോട് ഉള്ള ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്, ആശയവിനിമയമാണ്. സോ if you want to know about God, or if you want to know about the mind of God, you should come to this book. ദൈവത്തെക്കുറിച്ചറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മെക്കുറിച്ച് ദൈവം എന്താണ് ചിന്തിക്കുന്നത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, നമ്മെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വി ഷുഡ് കം ടു ദിസ് ബുക്ക്. നമ്മൾ ഈ പുസ്തകത്തിലേക്ക് വന്നേ മതിയാകുള്ളൂ. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, ബൈബിളിനേക്കാൾ കൂടുതൽ നമ്മൾ മറ്റു പലതും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ബുക്ക് സ്റ്റാളുകളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ബുക്കുകൾ കിട്ടും. വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്ന ബുക്കുകൾ, ഇങ്ങനെ ഒത്തിരി ബുക്കുകൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുക്കുകൾ കിട്ടും. ഓഫ് കോഴ്സ് ബുക്സ് വായിക്കുന്നത് നല്ലതാണ്, നമ്മൾ വായിക്കണം, അതൊരിക്കലും തെറ്റല്ല, നല്ലതാണ് അത്. പക്ഷേ you will not get the thoughts of God from a commentary. ഒരു കമൻട്രി വായിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടത്തില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ we should read Bible. ഈ പുസ്തകം കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ കമൻ്ററികൾക്കും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾക്കും മറ്റു പുസ്തകങ്ങൾക്കും ഒക്കെ നമ്മൾ കൊടുക്കാവൂ. കാരണം അത് ഇൻസ്പയർഡ് അല്ല, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഇൻസ്പയർഡ് അല്ല, പുസ്തകശാലയിൽ നമുക്ക് കിട്ടുന്ന പുസ്തകങ്ങൾ ഇൻസ്പയർഡ് അല്ല, അതൊക്കെ മനുഷ്യർ എഴുതിയതാണ്. പക്ഷേ ഈ പുസ്തകം ബൈബിൾ അത് ദൈവത്തിൻ്റെ വചനമാണ്. മറക്കരുത്. അപ്പം ഞാനത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബൈബിൾ ഈസ് ദ സ്ക്രിപ്ചർ, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. അത് പഴയ നിയമവും പുതിയ നിയമവും അതിനകത്ത് ഉൾക്കൊള്ളുന്നു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ബൈബിൾ ഈസ് ദ ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ്, ദൈവനിശ്വസ്തമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. അതിനകത്ത് തെറ്റുകളില്ല, അത് ആധികാരികമാണ്, അത് ദൈവം മനുഷ്യനോട് ആശയവിനിമയം ചെയ്യുന്ന കാര്യങ്ങളാണത്. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിനെ വെച്ചാൽ നമ്മുടെ ഈ സീരീസിലെ അടുത്ത ക്ലാസ്സിൽ, അതായത് നോ യുവർ ബൈബിൾ എന്നുള്ള ഈ സീരീസിലെ അടുത്ത ഇതിൽ നമ്മൾ ബൈബിളിൻ്റെ 2 പാർട്ടുകൾ, പഴയ നിയമം പുതിയ നിയമം, അതിൻ്റെ ഡീറ്റെയിൽസ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.